നമസ്കാരം, ജാൻ മീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. കൈത്താങ്ങ് ചാരിറ്റി വാട്സ്ആപ്പ് കൂട്ടായ്മ ഭക്ഷ്യധാന്യ കിറ്റ് വിതരണം ചെയ്തു. തിരൂർ. കേരളത്തിലെ 14 ജില്ലകളിൽ നിന്നും കോർഡിനേറ്റർമാർ തിരഞ്ഞെടുത്ത് അവർ മുഖേന 1800 പേരെ കൂട്ടിച്ചേർത്ത് കൈത്താങ്ങ് ചാരിറ്റി വാട്സ്ആപ്പ് കൂട്ടായ്മ രൂപീകരിച്ച് ഈ ജില്ലകളിലെ സാമ്പത്തികമായി വളരെ പിന്നോക്കം നിൽക്കുന്ന 200-ൽ പരം കുടുംബങ്ങൾക്ക് കൈത്താങ്ങ് ചാരിറ്റി കൂട്ടായ്മ ഭക്ഷ്യ കിറ്റ് വിതരണം ചെയ്തു. തിരൂർ ആസ്ഥാനമായാണ് ഈ കൂട്ടായ്മ പ്രവർത്തിക്കുന്നത്. ഭക്ഷ്യ കിറ്റ് വിതരണം കേരള ഫോറസ്റ്റ് റിസർച്ച് സെന്റർ അവാർഡ് ജേതാവ് നൂർലേക്ക് നൂർ മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. യോഗത്തിൽ കൈത്താങ് ചാരിറ്റി വൈസ് പ്രസിഡന്റ് EK സൈനുദ്ദീൻ തിരൂർ അധ്യക്ഷത വഹിച്ചു. മുഖ്യ പ്രഭാഷണം കൈത്താങ് ചാരിറ്റി ജനറൽ സെക്രട്ടറി വിഷൻ തിരൂർ നടത്തി. ഉമർ കാസി ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി, റസാഖ് കൂടല്ലൂർ, ബഷീർ മാഷ് തിരൂർ, രാധാകൃഷ്ണൻ തിരൂർ, സലാം ഹാജി തുവക്കാട്, ജമീല PV, സജീഷ് മോങ്ങം എന്നിവർ പ്രസംഗിച്ചു. ഈ പരിപാടി ഭംഗിയായി പൂർത്തിയാക്കാൻ എത്തിയിട്ടുള്ള സഹോദരന്മാരെയും സ്വാഗതം ചെയ്തുകൊണ്ട് അധ്യക്ഷ സ്ഥാനത്തേക്ക് സൈന്യക്കെ ക്ഷണിക്കുകയാണ്. ഒരുപാട് വിഷമം സഹിക്കുന്ന, ഒരുപാട് പ്രയാസം അനുഭവിക്കുന്ന പാവങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് കൊണ്ടാണ്. അതിനുവേണ്ടി അഹോരാത്രം പ്രവർത്തിക്കുന്ന ഈ സംഘടനയുടെ നാഡിയായ നമ്മുടെ വിശ്വൽ തിരൂരിനെ എത്രമാത്രം എടുത്തു പറഞ്ഞാലും നമുക്ക് മതി വരില്ല. കാരണം അത്രമാത്രം പ്രയാസപ്പെട്ടിട്ടും അദ്ദേഹത്തിൻ്റെ ഒരു കൈ ഒടിഞ്ഞിട്ടും അതൊന്നും വകവെക്കാതെ, വീട്ടുകാർ പറഞ്ഞിട്ട് പോലും അതിനെ വകവെക്കാതെ ഈ പരിപാടിയിലേക്ക് അദ്ദേഹം മുന്നോട്ട് ഇറങ്ങുകയായിരുന്നു. അതിൻ്റെ 100% വളരെ വിജയകരമായി തന്നെ നമുക്കിവിടെ കാണാൻ കഴിഞ്ഞും ചെയ്തു. അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ എത്ര ആദരിച്ചാലും ബഹുമാനിച്ചാലും മതിയാവില്ല എന്നുള്ളതാണ്. 2024 നവംബർ 4-ാം തീയതിയാണ് ഇതിൻ്റെ 5-ാം തീയതിയാണ് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മം ബഹുമാനപ്പെട്ട നമ്മുടെ മതപണ്ഡിതനും സാംസ്കാരിക നായകനുമായ MB അബ്ദുൾ സമദ് സമദാനി അവർക്ക് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. അന്ന് തന്നെ നമ്മൾ ഒട്ടനവധി പേർക്ക് ആ പങ്കെടുത്ത എല്ലാവർക്കും ഭക്ഷ്യദാന കിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ചികിത്സാ സഹായം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മുടെ ഗ്രൂപ്പിലെ 2 സഹോദരിമാരായ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ ഫാത്തിമ മോങ്ങം അതുപോലെ തന്നെ വള്ളി തിരൂർ എന്നിവർക്ക് എക്സിക്യൂട്ടീവ് അംഗങ്ങളിൽ നിന്ന് സമാഹരിച്ച് എടുത്ത ഒരു 35,000 രൂപ കൊടുക്കാൻ സാധിച്ചു. താങ്ങായി തണലായി മുന്നേറണമെന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്ന ഈ ഒരു കൂട്ടായ്മ ഏത് ഗ്രൂപ്പിലും, ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ നമുക്കൊക്കെ അറിയാം, നേതൃസ്ഥാനത്ത് ഇരിക്കുന്നവർ ഒരുപാട് കേൾക്കേണ്ടി വരും. അത് കേൾക്കാനൊക്കെ ബാധ്യസ്ഥനാണ്. കഴിഞ്ഞ ജനറൽ ബോഡിയിൽ ഞാൻ ഇതിൻ്റെ സ്ഥാനത്ത് മാറാൻ നിന്നപ്പോൾ ആ ജനറൽ ബോഡി തന്നെയാണ് നിർബന്ധിച്ച് എന്നെ ഈ സ്ഥാനത്ത് നിർത്തിയത്. ക്ഷമയോടുകൂടി നിന്ന എല്ലാവർക്കും ഹൃദയത്തിൻ്റെ അകത്തളിൽ നിന്ന് വരുന്ന നന്ദിയും കടപ്പാടും സ്നേഹവും അറിയിക്കുന്നു. അത്രയും ദൂരത്തിനോട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും ഈ കൈത്താങ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ വാട്സപ്പ് കൂട്ടായ്മക്ക് ഇനിയും ഇതിലേറെ ചെയ്യാൻ കഴിയട്ടെ എന്ന് എൻ്റെ ഇതിലാണ് ആശംസിക്കുകയാണ്. പിന്നെ നമുക്ക് ദൈവത്തിൻ്റെ ഭാഗത്ത് എല്ലാവിധ കാര്യങ്ങളും എല്ലാവരുടെ പേരിലും ഉണ്ടായിരിക്കട്ടെ എന്ന്, രോഗങ്ങളെ തൊട്ടെല്ലാം നമ്മളെ ദൈവം കാക്കട്ടെ എന്ന് ആക്കിക്കൊണ്ട് എല്ലാവിധ ആശംസകളും. പരിക്ക് പറ്റി അത് വകവെക്കാതെ ഇതിനു വേണ്ടി അഹോരാത്രം പണിയെടുത്ത ഈ വിശ്വൻ മാഷെ നമ്മൾ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. അതുകൊണ്ട് വൈകിയ വേളയിൽ ഉള്ളൊന്നും ഞാൻ സംസാരിക്കുന്നില്ല. ഈ മഹത്തായ ഈ ചടങ്ങിനെ വെളിയങ്കോട് ഉമർ ഖാദിയുടെ പേരമകൻ നിലയിലും ഉമർ ഖാദി പ്രസിഡന്റ് ജനറൽ സെക്രട്ടറി എന്ന നിലയിലും ആശംസ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നമസ്കാരം. പാവങ്ങൾക്ക് വേണ്ടി എപ്പോഴും നിലകൊള്ളുന്ന നമ്മുടെ കൈത്താങ്ങിന് ഇനിയും ഇതുപോലെയുള്ള നല്ല നല്ല ദാനധർമ്മങ്ങളും അതുപോലെ പാവങ്ങളെ സഹായിക്കുവാനും കഴിയട്ടെ. അതിനെന്നും നമ്മുടെ വിശ്വമാഷ് എന്നും നമുക്കിതേപോലെ തന്നെ നെടുന്നുണായി നിൽക്കുവാനും അദ്ദേഹത്തിൻ്റെ കൂടെ പ്രവർത്തിക്കുവാനും സാധിക്കട്ടെ എന്നും എല്ലാവർക്കും ഈ വേദിയിൽ എത്തിച്ചേർന്ന എല്ലാവർക്കും ഈ പരിപാടിയിൽ ഞാൻ ആശംസ നൽകുന്നു. കൈത്താങ് കുടുംബം ഏകദേശം 1500-ലധികം അംഗങ്ങളിലാണ്. അതുപോലെ തന്നെ കേരളത്തിൽ തന്നെ നമുക്ക് ഒരു പ്രത്യേകത ഉണ്ട്. അതായത്
കുറേ ജില്ലകൾ കവർ ചെയ്തിട്ടുള്ള അംഗങ്ങളാണ് ഇതിലുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള അംഗങ്ങളുണ്ട്. കൂടുതൽ പറയുന്നില്ല. ഒരു കാര്യം, ഇതിൻ്റെ ത്യാഗത്തിൽ ഈ കൂട്ടായ്മയെ ഒരുക്കി നിർത്താനുള്ള അതിന് നേതൃത്വം കൊടുക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട വിശ്വനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. നമുക്ക് എല്ലാവരും കൂടെ കൂടിയിട്ട് അടുത്ത പ്രാവശ്യം ഇതിനേക്കാളും കൂടുതൽ കൊടുക്കാനും എല്ലാവർക്കും സഹായിക്കാനും ഭക്ഷണം കയ്യിൽ തരുത്തുണ്ട്. എന്നാലും നമുക്ക് നമ്മളെ കൈത്താൻ ഗ്രൂപ്പ് നമ്പർ 1 ആക്കി മാറ്റണം. നമുക്ക് കണ്ണൂർ മുതൽ കാസർഗോഡ് വരെയുള്ള എല്ലാവരും നമ്മളെ ഗ്രൂപ്പിലുള്ളതാണ്. എല്ലാവർക്കും തരണമെന്നുണ്ട്, എല്ലാവരും മനസ്സിലും തരണമെന്നാണ്. പക്ഷേ അവരെ കൊണ്ട് കഴിയുന്നത് എല്ലാവരും ചെയ്തിട്ടുമുണ്ട്. എല്ലാവർക്കും ഇനിയും കൊടുക്കണമെന്ന് ആഗ്രഹമുണ്ട്. എന്നിൽ അർപ്പിതമായ കർത്തവ്യം കുറച്ച് വാക്കുകൾ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഈ പരിപാടി ഇവിടെ കൈത്താങ് ചാരിറ്റിയുടെ പ്രവർത്തനത്തിന് സ്ഥലം അനുവദിച്ചു തന്ന ഈ പാർക്കിന്റെ ഉടമസ്ഥന് എൻ്റെ സ്വന്തം പേരിലും കൈത്താങ് ചാരിറ്റിയുടെ പേരിലും ഹൃദയത്തിൻ്റെ ആത്മാർത്ഥത നിറഞ്ഞ വാക്കുകൾ കൊണ്ട് അദ്ദേഹത്തെ പ്രത്യേകം നന്ദി അറിയിക്കുക. പാൻ മീഡിയ ന്യൂസ്, തിരൂർ. മുയൽ വാഴുമിടം, പണം വാരുമിടം, ആഷിയാന റാബിറ്റ് ഫാം. ആഷിയാന റാബിറ്റ് ഫാം, മുനിസിപ്പൽ സ്റ്റേഡിയത്തിന് മുൻവശം, താഴെപ്പാലം, തിരൂർ, മലപ്പുറം. ഫോൺ 049424290205. മൊബൈൽ 9895297205. വെബ്സൈറ്റ് www.ashiyanarabbitfarm.com. ഇമെയിൽ office@ashiyanarabbitfarm.com.